ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഗിരിപ്രഭാഷണ പരമ്പരയിൽ ഏറെ ഗൗരവമുള്ള ഒരു പ്രമേയം നമ്മുടെ മുമ്പിൽ ഈശോ അവതരിപ്പിക്കുകയാണ്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. കണ്ണ് പ്രകാശമുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ഇരുണ്ടതാണ് എങ്കിൽ ശരീരം മുഴുവൻ അന്ധകാരമയമായിരിക്കും. ചേർത്ത് വെച്ച് ഈശോ പറയുന്നു, 2 യജമാനന്മാരെ സേവിക്കാൻ ഒരുവന് സാധിക്കില്ല. ഒന്നുകിൽ ഒരുവനെ വെറുക്കണം, അവരനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരനെ തള്ളി പറയണം, മറ്റവനെ സ്നേഹിക്കണം. അന്ധകാരം പ്രകാശത്തിൻ്റെ ഇല്ലായ്മയാണ്. പ്രകാശമില്ലാത്ത അവസ്ഥയാണ് അന്ധകാരം. ഒരു കുഞ്ഞു മെഴുതിരി താളം കത്തിച്ചു വെച്ചാൽ അന്ധകാരമില്ലാതാകും, പ്രകാശം മടങ്ങി വരും. ദൈവം ഇല്ലാത്ത അവസ്ഥയാണ് പൈശാചിക അവസ്ഥ. ദൈവത്തിന് മറുതലിക്കുന്നവനും ദൈവത്തോട് പോരാടുന്നവനും ദൈവത്തെ മൂടാൻ തരം പാത്തിരിക്കുന്നവനുമാണ് പിശാച്. എന്നിൽ നിന്ന് എൻ്റെ ദൈവം മറയുമ്പോൾ അവിടെ അന്ധകാരം കോലാഹലത്തോടെ കാഹളധ്വനികളോടെ സടകുടഞ്ഞ് എഴുന്നേൽക്കും. പിന്നെ അന്ധകാരത്തിൻ്റെ അവൻ്റെ വിനാഴികയാണ്. അതുകൊണ്ട് എൻ്റെ കണ്ണ് അന്ധമായി പോകുന്നത് എൻ്റെ കണ്ണിലെ പ്രകാശം നഷ്ടപ്പെടുമ്പോഴാണ്. എൻ്റെ കണ്ണിലെ പ്രകാശം നഷ്ടപ്പെടുന്നത് എന്നിൽ അന്ധകാരം കടന്നു വരാൻ ഇടയാകും. പിശാച് എന്നിൽ താണ്ഡവമാടാൻ ഞാൻ എന്നെ വിട്ടുകൊടുക്കും. ഈശോ പറയുന്നു, ദൈവത്തെയും പിശാചിനെയും ഒരുപോലെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കില്ല. മാമോൻ എന്ന പേരിലും ധനത്തിന് പര്യായമായുമൊക്കെ സമാന്തര സുവിശേഷങ്ങളിൽ ഈ അന്ധകാരവും പൈശാചിക ശക്തികളുമൊക്കെ പ്രയോഗിക്കപ്പെടുന്നു. ഇതെല്ലാം സത്യത്തിൽ പിശാചിൻ്റെ പര്യായങ്ങൾ തന്നെയാണല്ലോ. ധനത്തെയും ദൈവത്തെയും സ്നേഹിക്കാനാകില്ല. ധനത്തെയും ദൈവത്തെയും പിശാചിനെയും സ്നേഹിക്കുക സാധ്യമല്ല. ഒന്നെങ്കിൽ പിശാചിനെ വെറുക്കണം, അതായത് ധനത്തെ വെറുക്കണം, മാമോനെ വെറുക്കണം, ദൈവത്തിൻ്റെ സ്വന്തമാകണം. അല്ലെങ്കിൽ ദൈവമായ ബന്ധം ഉപേക്ഷിച്ച് പിശാചിൻ്റെ വഴികളിലൂടെ ചലിക്കാൻ നീ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്. മാമോദീസായിലൂടെ ക്രിസ്തുവിൻ്റെ സഹോദരരും ദൈവത്തിൻ്റെ മക്കളും സഭയുടെ അംഗങ്ങളുമായി മാറിയവരാണ്. അതുകൊണ്ട് നമ്മിൽ അന്ധകാരത്തിന് പ്രസക്തിയില്ല, ഇരുട്ടിന് പ്രസക്തിയില്ല, പിശാചിന് റോളില്ല. നാം പ്രകാശത്തിൻ്റെ മക്കളാണ്, പ്രകാശത്തിൽ ചലിക്കേണ്ടവർ. അതുകൊണ്ട് പ്രാതികൂല്യങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് നിത്യമായ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ നിന്ന് മുന്നേറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. എന്നുള്ള അന്ധകാരത്തിൻ്റെ ശക്തികളെ പരിശുദ്ധാത്മാവാകുന്ന മെഴുതിരുനാളം കൊണ്ട്, അഗ്നി കൊണ്ട് സംശുദ്ധി വരുത്താൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രകാശമേ വന്നാലും നിത്യമാം പ്രകാശമേ നയിക്കുക നദി, ചുറ്റിലും ഇരുൾ പരന്നിടുന്നൊരീ വേളയിൽ എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അന്ധകാരം വ്യാപിക്കുന്നിടത്ത് പ്രകാശം ശക്തി പ്രാപിക്കണം. എൻ്റെ ദൈവമേ, നിത്യപ്രകാശമേ, എന്നിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ഹൃദയപരമാർത്ഥത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാര ശക്തികൾക്കെതിരെ പോരാടാം, ദൈവത്തിന് സ്വന്തമാകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.